എനിക്ക് നമ്മുടെ രമേശ് ചെന്നിത്തല ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. എനിക്ക് ആ പുള്ളിക്കാരനെ പണ്ടേ എനിക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ആ പുള്ളിക്കാരനെ ഇഷ്ടമല്ല. പക്ഷെ എനിക്കിപ്പോൾ അദ്ദേഹത്തോട് ഇഷ്ടം തോന്നുന്നുണ്ട്. കാര്യം എന്നറിയാം, ഓപ്പറേഷൻ തൂഫാൻ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കെ ഇപ്പോൾ ഒരു മാസമേ ആയുള്ളൂ അല്ലേ? ഈ മന്ത്രിസഭ രൂപീകരിച്ചിട്ട് ഒരു മാസമേ ആയുള്ളൂ. പക്ഷേ അദ്ദേഹം ആ ഒരു മാസം അദ്ദേഹം കയറിയതിന് ശേഷം ഏറ്റവും ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് അദ്ദേഹം ചെയ്തത്. കാരണം നമുക്കറിയാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കറിയാം പിണറായി വിജയൻ സർക്കാർ ഭരിച്ചിട്ട് നമുക്കറിയാം മയക്കുമരുന്ന്, മദ്യം, ഈ പറയുന്നത് പോലുള്ള കഞ്ചാവ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, എന്തുമാത്രം ക്രൈമാണ് നടത്തിയിരിക്കുന്നത്. കണ്ണൂർ ഒരു മകൻ ഒരു അമ്മയെ കഴുത്തറുത്ത ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് കേട്ട ആ ക്രൈം വരെ, അതായത് ആ ക്രൈം വരെ 10 വർഷം മുൻപ് തുടങ്ങിയ 10 വർഷം മുൻപ് ഇദ്ദേഹം ഭരണത്തിൽ കയറിയിട്ട് ഈ അവസാനം എനിക്ക് തോന്നുന്നത് അവസാനം ഞാൻ കേട്ട വാർത്ത എനിക്ക് ഷോക്ക് തന്ന, അല്ലെങ്കിൽ ഞാൻ ഷോക്കായി പോയൊരു വാർത്ത, ഒരു അമ്മയെ മകൻ കണ്ണൂർ കഴുത്തറുത്ത് കൊന്ന ഒരു വാർത്ത. അവൻ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഈ ഡ്രഗ്സിന് അഡിക്റ്റായി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവനെ പൊന്നുപോലെ വളർത്തിയ അവൻ്റെ അമ്മയെ കഴുത്തറുത്ത് കൊന്ന ഒരു വാർത്ത കേട്ട് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ മര്യാദക്കൊരു വാർത്ത പോലും കണ്ടിട്ടില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അതിനുശേഷം എത്രത്തോളം എവിടെയൊക്കെ ക്രൈം നടന്നുള്ളതൊന്നും നമുക്കറിയില്ല, ഞാൻ തിരക്കേട്ടുമില്ല. എനിക്കത് കണ്ടപ്പോഴേ മതിയായി. അപ്പോൾ അവിടം വരെ എത്തിച്ച ആ ഒരു എന്താ പറയുക, പോലീസ് ഉണ്ടായിട്ടും പോലീസുകാർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു ഇത്തരം പ്രവണതകളെ അല്ലെങ്കിൽ മയക്കുമരുന്നിനെയും കഞ്ചാവിനെയൊക്കെ എതിർക്കാനുള്ള ആ ഒരു ശക്തി എന്ന് വേണം പറയാൻ. അത് കൊടുക്കേണ്ടത് ഭരിക്കുന്നവരാണ്. അത് കൊടുക്കാതിരുന്നതിൻ്റെ ഫലമാണ് 10 വർഷം ഈ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ച് നഷ്ടപ്പെട്ട തലമുറയും അവരുടെ ബലിയാടായ ആളുകളും, മാതാപിതാക്കന്മാരായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ തെരുവിൽ പോകുന്ന ഒരുപക്ഷെ മൃഗങ്ങളെങ്കിലും ആയിക്കോട്ടെ, അവരെല്ലാം ബലിയാടാണ് ഈ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയൊക്കെ. പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്ക് രമേശ് ചെന്നിത്തലയോട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഒരു ബഹുമാനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട് സത്യത്തിൽ നമ്മുടെ നാടിന് വേണ്ടത് കുറേ സാമ്പത്തികവും കുറേ ഈ പറയുന്ന പോലെ ഫെസിലിറ്റീസും അല്ല. ആളുകൾക്ക് സഞ്ചരിക്കുക, ഇതൊക്കെ നമുക്ക് വേണം. പക്ഷെ അതിനേക്കാൾ വലുത് മനുഷ്യനെ മൃഗങ്ങളാക്കി മാറ്റുന്ന ഇത്തരം ഈ മയക്കുമരുന്നും കഞ്ചാവും, അത് പെറ്റമ്മയെയോ അല്ലെങ്കിൽ സഹോദരിയോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു ചെറുപ്പക്കാരനെയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയെയോ എത്തിക്കുന്ന ഇത്തരം വിഷം ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നൈജീരിയക്കാരനായ ഒരാളെ കേരളത്തിലും കർണാടകയിലും ഒക്കെ മയക്കുമരുന്ന് കൊണ്ട് എത്തിക്കുന്ന ഡീലറായ ഒരു നൈജീരിയക്കാരനെ പോലീസ് പിടിക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടു. അത് പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ, പക്ഷെ എന്തായാലും ആ കണ്ട വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം വെച്ചാൽ, ഈ കുറച്ച് ഇടയായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. ഈ പല സ്ഥലങ്ങളിൽ നിന്നും കഞ്ചാവ് മയക്കുമരുന്നുമായിട്ട് സ്ത്രീകളെയും ചെറുപ്പക്കാരെയും ഒക്കെ പിടിക്കുന്നുണ്ട്. ശരിക്കും ശക്തമായി തന്നെ. ഒരു മാസമേ ആയുള്ളൂ രമേശ് ചെന്നിത്തല ഈ ആഭ്യന്തര മന്ത്രിസ്ഥാനത്ത് കയറിയിട്ട്. പക്ഷേ അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ വേറെ ഒരു കാര്യം ചെയ്യണ്ട. ഹെൽമെറ്റ് വെക്കാത്തവനെ പെറ്റി അടിക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ റോഡിലെ ട്രാഫിക് നിയമങ്ങൾ ഈ പറയുന്നത് പോലെ തെറ്റിക്കുന്ന ആളുകളെ ഓടിച്ചിട്ട് പിടിച്ച് അവൻ്റെ വീട്ടിൽ പോയിട്ട് പെറ്റി അടിക്കണ്ട. ഇതാണ് ചെയ്യേണ്ടത്, മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നും കഞ്ചാവും അടിക്കുന്ന വ്യക്തി നിരപരാധിയായ ഒരു കുഞ്ഞായിരിക്കും ചിലപ്പോൾ പോകുന്നത്. ആ വ്യക്തി സ്വയബോധമില്ലാതെ ആ കുട്ടിയെ കൊന്നാൽ, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഈ കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടതാണ്. കുത്തഴിഞ്ഞ ഒരു ലൈഫായിരുന്നു, അല്ലെങ്കിൽ അഴിഞ്ഞാട്ടമായിരുന്നു. മദ്യവും മയക്കുമരുന്നും കഞ്ചാവും സുലഭമായി കിട്ടുന്ന ഒരവസ്ഥയായിരുന്നു നമ്മുടെ കേരളത്തിലേത്. പക്ഷേ ഇപ്പോൾ പിടിവീട് തുടങ്ങി. പെരുമ്പാവൂരിലൊക്കെ എത്ര പേരെ പിടിച്ചു പോലീസ് കയ്യോടെ. ഇപ്പോൾ ഇത് എവിടുന്നാണ് വരുന്നത് എന്നുള്ളതിൻ്റെ സോഴ്സ് വരെ അന്വേഷിച്ച് പോകാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പോലീസ് നല്ല കൃത്യമായിട്ട് നിയമം നടപ്പിലാക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. പക്ഷേ അവരെ കൊണ്ട് ചെയ്യിക്കാത്തത് ഭരിക്കുന്നവരാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയോട് എനിക്ക് ആദ്യമായിട്ട് രമേശ് ചെന്നിത്തലയോട് എനിക്കൊരു ഇഷ്ടം തോന്നിയതാണ്. ഇദ്ദേഹം ഇതേ പ്രവർത്തനം തുടർന്നുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം 100-ൽ 70% പ്രശ്നങ്ങൾ തീരും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ആവശ്യം, ഇത് തന്നെയായിരുന്നു വേണ്ടത്. സമൂഹത്തിൽ ഇത്തരം ലഹരി വസ്തുക്കൾ ഒഴുക്കുന്നവരെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സമൂഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന നീതി. എന്തായാലും ഇതിങ്ങനെ തുടരട്ടെ. സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇത്തരം ലഹരി വസ്തുക്കൾ എന്നേക്കുമായിട്ട് തുടച്ചു നീക്കപ്പെടട്ടെ. അതിന് നല്ല നേതൃത്വം, നല്ല ഭരണാധികാരികൾ, ജനങ്ങളോട് കടപ്പാടുള്ള ജനങ്ങൾ നല്ലതായിരിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മയുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന നല്ല ഭരണ അധികാരികൾ ഉണ്ടാകട്ടെ. ഇതുപോലുള്ള ഭരണാധികാരികൾ. എനിക്ക് തോന്നുന്നത് രമേശ് ചെന്നിത്തല ഇത്രയും കാലം ചെയ്തതിന് അദ്ദേഹത്തിന് കൊടുത്ത നല്ലൊരു വകുപ്പാണ്. അദ്ദേഹം അത് നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ വളരെ സന്തോഷം. ഏറ്റവും വലിയൊരു വിപത്തിനെയാണ് തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം.